Hi students, welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർക്ക് ഡൺ ബേസ് ചെയ്തിട്ടാണ് പഠിച്ചത്. വർക്ക് ഡൺ ആംഗിളിനനുസരിച്ച് എങ്ങനെയെല്ലാമാണ് വർക്ക് ഡൺ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണോ എന്നുള്ള കേസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സ്. വേരിയബിൾ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന വർക്ക് ഡൺ എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതുക എന്നുള്ള കേസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ദാറ്റ് ചേഞ്ചസ്, വേരിയബിൾ ഫോഴ്സ് എന്താണ്? വേരിയബിൾ ഫോഴ്സ് ഫോഴ്സ് ദാറ്റ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? വേരിയബിൾ ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ വേരിയബിൾ ഫോഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന വർക്ക് ഡൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഗ്രാഫ് കൺസിഡർ ചെയ്യാണ്. വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സ് ആണ് നമ്മൾ പഠിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, ഗ്രാഫില് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ആണുള്ളത്. ഈ ആക്സിസില് y ആക്സിസിൽ നമ്മൾ ഫോഴ്സ് റെപ്രസെന്റ് ചെയ്തു, x ആക്സിസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാണ്. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനിഷ്യലി ഈ ബോഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിൽ നിന്നാണ്. അപ്പൊ ആ ഡിസ്റ്റൻസിനെ നമുക്ക് x1 എന്ന് എടുക്കാം. ഓക്കെ, ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എങ്ങനെ എടുക്കാം? ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x2 ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ x1 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് x2 എന്ന് പറയുന്ന പൊസിഷൻ വരെ ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്? മൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ? ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുമ്പോ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ്, ഈ ഒരു പൊസിഷനിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലെ? ഈ ഒരു പോയിന്റിൽ നമ്മൾ എടുക്കുമ്പോൾ ഫോഴ്സ് എന്ത് ചെയ്തു? ഇത് ഇവിടെയായി. ഫോഴ്സിന്റെ വാല്യൂ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഫോഴ്സിന്റെ എമൗണ്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ എന്ത് ചെയ്യും? ത്രൂ ഔട്ട് എന്ത് ചെയ്യാണ്? ഈ പൊസിഷൻ നോക്കി എവിടെയായിരിക്കും ഫോഴ്സ്, അങ്ങനെ ഈ പൊസിഷൻ നോക്കി എവിടെയായിരിക്കും. അപ്പൊ അങ്ങനെ ഫോഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വേരി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സ് ആണ് വേരിയബിൾ ഫോഴ്സ്. ഓക്കെ, അപ്പൊ വേരിയബിൾ ഫോഴ്സിന്റെ കേസിൽ നമുക്ക് വർക്ക് ഡൺ ഇക്വേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറ്റയടിക്ക് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഫോഴ്സ് ഏത് നേരം വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ പാത്ത് അല്ലെ? ഇവിടെ മുതല് ഈ പോയിന്റ് മുതല്, സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതല് എൻഡിങ് പോയിന്റ് വരെയുള്ള the entire length of the path നെ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഒരു ചെറിയ സെക്ഷൻ എടുത്തു അല്ലെ? ഇങ്ങനെ ഓക്കെ, ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സെക്ഷൻ, ഓരോ സെക്ഷനും എന്തായിരിക്കണം അല്ലെ? നമുക്ക് തോന്നിയ മാതിരി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. Each section is divided, അല്ലെങ്കിൽ each section is having a distance dx. ഓരോന്നിന്റെയും ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? dx ആയിരിക്കണം. അപ്പൊ ചെറിയൊരു നമ്മളിവിടെ ഒരു പോർഷൻ നമ്മൾ എടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത ചെറിയൊരു പോർഷൻ നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? dx ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് അടുത്തിരിക്കുന്നതിന്റെയും dx ആണ്, ഇതിന്റെയും dx ആണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? കട്ട് ചെയ്തിരിക്കുന്നത് ഈച്ച് പോർഷൻ, ഓരോ പോർഷന്റെയും, കട്ട് ചെയ്തിട്ടുള്ള ഓരോ പോർഷന്റെയും ആ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? dx വരത്തക്ക രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ എൻറ്റയർ ലെങ്ത് ഓഫ് ദ പാത്തിനെ നമ്മൾ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ പാത്ത് ഈസ് divided into or cut into small pieces. Each piece is having a distance or each portion is having a distance is equal to dx. ഓരോ പോർഷന്റെയും ഡിസ്റ്റൻസ് എത്രയാണ്? dx ആണ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത്, ഇപ്പൊ നമ്മൾ വേരിയബിൾ ഫോഴ്സ് ആണ്. വേരിയബിൾ ഫോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് f of x എന്നാണ്. f of x ആണ് വേരിയബിൾ ഫോഴ്സ്. ഇനി നമ്മൾ എടുക്കുന്നത് ഇവിടെ എന്താണ്? ചെറിയൊരു പോർഷൻ നമ്മൾ എടുക്കുകയാണ്. ആ ചെറിയൊരു പോർഷൻ എടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഈ പോർഷന്റെ ചെറിയൊരു പോർഷനിൽ ആക്ട് ചെയ്യുന്ന ലെങ്ത് നമ്മൾ ചെറിയ ചെറിയ പോർഷൻസ് ആക്കുമ്പോൾ ഇവിടെ ഏകദേശം ലീനിയർ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ ആ ഒരു പോർഷന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഫോഴ്സിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം?
എക്സ് അല്ലെ, എഫ് എക്സ് അല്ലെങ്കിൽ എഫ് എക്സ്, ആ പോയിന്റിലെ ഫോഴ്സിനെ എഫ് എക്സ് എന്ന് എടുക്കാം അല്ലെങ്കിൽ എഫ് എന്ന് എടുക്കാം. ഓക്കെ, എഫ് ഈസ് ദ ഫോഴ്സ്. ഓക്കെ, ഇവിടെ ചെറിയൊരു പോർഷൻ ആണ്, ആ ചെറിയ പോർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് വേരി ചെയ്യുന്നത് ഫോഴ്സ് ആണ്, എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ ആ ഫോഴ്സിന് എടുത്തിരിക്കുന്നത്, വേരിയബിൾ ഫോഴ്സ്. പക്ഷെ ഒരു ചെറിയ സെക്ഷൻ എടുക്കുമ്പോൾ അവിടുത്തെ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണെന്നുള്ള കോൺസെപ്റ്റ് എടുത്തു. ഇനി അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ ഏരിയ ഓഫ് ദി സ്മോൾ പോർഷൻ? നമ്മൾ എടുത്തിരിക്കുന്ന ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ പോർഷന്റെ ഏരിയ എത്ര വരും? ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഇസ് ഈക്വൽ ടു, അല്ലെ, ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ, ഷെയ്ഡഡ് പോർഷൻ ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് എഫ് ഇൻറ്റു ഡി എക്സ്, അല്ലെ. ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്ന മാതിരി ഇവിടെ എന്തുവരും? ഫോഴ്സ്. ഇവിടെ എന്തായിട്ട് എടുക്കാം? ഫോഴ്സിന്റെ എമൗണ്ട് ഉണ്ട് ഇൻറ്റു ഡി എക്സ്, അല്ലെ, എഫ് ഇൻറ്റു ഡി എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു എഫ് ഡി എക്സ്. ഓക്കെ ആണല്ലോ. ഈ ഏരിയ ആണ് അവിടുത്തെ എന്തെന്ന് പറയുക? ചെറിയ വർക്ക് ഡൺ, അല്ലെ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണല്ലോ. സോ therefore നമുക്ക് എടുക്കാം സ്മോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് ഡൺ കാണാൻ എന്ത് ചെയ്യണം? ഫുൾ വർക്ക് ഡൺ കാണാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ചെറിയ സെക്ഷൻ എടുക്കുക, അതിന്റെ എന്ത് ചെയ്യാം? അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇതിന്റെ രണ്ടാമത്തെ പോർഷൻ എടുക്കുക, രണ്ടാമത്തെ പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാം. എന്നിട്ട് ആദ്യത്തെയും രണ്ടാമത്തെയും നമ്മൾ ആഡ് ചെയ്യാം. മൂന്നാമത്തേന്റെ കണ്ടുപിടിക്കാം, മൂന്നാമത്തേന്റെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് എടുക്കാം, അല്ലെ. അങ്ങനെ ആഡ് ചെയ്തെടുക്കുന്നതിന് പകരം, അല്ലെ, ഓരോന്നിന്റെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് എടുക്കാം. ഇനി ആഡ് ചെയ്യുന്നതിന് പകരം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന മെത്തേഡാണ് ഇന്റഗ്രേഷൻ, അല്ലെ. അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു എന്ന് എഴുതും. ഓക്കെ, ചെറിയൊരു ഏരിയയിൽ നിന്ന് അതിന്റെ ഫുൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഡി എക്സ്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു എന്ന് പറയുമ്പോൾ ഡബ്ല്യു, അല്ലെ, ഡബ്ല്യു ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു, വർക്ക് ഡൺ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഡി എക്സ്. ഓക്കെ, ഇന്റഗ്രേഷൻ എവിടെ നിന്ന് എവിടം വരെയാണ് ചെയ്യേണ്ടത്? നമുക്ക് ആഡ് ചെയ്യേണ്ടത് എവിടെ നിന്ന് പോലെ എവിടം വരെയാണ്? x1 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് മൂലം x2 വരെയാണ്. ഓക്കെ, x1 മുതൽ x2 വരെ നമുക്ക് ചെയ്യണം. അപ്പൊ ലോവർ ലിമിറ്റ് താഴെ എഴുതുക x1, അപ്പർ ലിമിറ്റ് മേളിൽ എഴുതുക x2. ഓക്കെ, അപ്പൊ x1 to x2, അല്ലെ, ഇന്റഗ്രൽ x1 to x2 f dx. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയാ? വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സ്. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സ് W is equal to ഇന്റഗ്രൽ ഓഫ് x1 to x2 f dx. ഓക്കെ, ഒന്നല്ലെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തെടുക്കണം? സമ്മേഷൻ ചെയ്തെടുക്കണം. സമ്മേഷൻ ചെയ്യാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര ആണ്, അല്ലെ, നമ്മൾ എൻ്റെ ലെങ്ത്തിന് 100 ഡിവൈഡ് ചെയ്ത് 100 എണ്ണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. എന്നിട്ട് അവ തമ്മിൽ ആഡ് ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിലൊക്കെ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ W is equal to ഇന്റഗ്രൽ x1 to x2 f dx ആണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം, റിസൾട്ട് എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്രോബ്ലം വരുമ്പോഴേക്ക് ആ രീതിയിലാണ്. അപ്പൊ വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് എഴുതാനുള്ള ഇക്വേഷൻ ഇതാണ്. വർക്ക് ഡൺ W is equal to ഇന്റഗ്രൽ x1 to x2 f dx. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസ് ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സ്. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പോയിന്റും കൂടി എടുക്കാം. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ്, അല്ലെ. ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് വർക്ക് ഡൺ. അപ്പൊ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഗീവ്സ് വർക്ക് ഡൺ. ആ പോയിന്റും കൂടെ നോക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ഏരിയ അണ്ടർ ഓക്കെ
ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് FD ഗ്രാഫ് അല്ലെ, ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഈക്വൽ ടു എന്താണ്, വർക്ക് ഡൺ. ഓക്കെ, അപ്പൊ ആ രണ്ട് പോയിന്റ് നമ്മൾ പഠിച്ചിരിക്കുക. വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സ് ആൻഡ് വാട്ട് അബൌട്ട് ദ ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എനർജി ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, എനർജി. ഓക്കെ, എനർജി എന്ന് പറയുമ്പോൾ എനർജി ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. ചെറിയ ക്ലാസ്സിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എനർജി എന്താണ്, കപ്പാസിറ്റി ടു ഡു വർക്ക്, വർക്ക് ചെയ്യാനുള്ള കഴിവാണ്. ഓക്കെ, വർക്ക് ചെയ്യാനുള്ള കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് എനർജി. എനർജി അപ്പൊ എന്ത് തന്നെയായിരിക്കും, വർക്ക് തന്നെയാണ്. കപ്പാസിറ്റി ടു ഡു വർക്ക്, വർക്ക് ചെയ്യാനുള്ള കഴിവ് എനർജി. അപ്പൊ എനർജിയും വർക്കും എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി നമുക്കറിയാം. ഏതൊക്കെയാണ്, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി, അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി, വിൻഡ് എനർജി, അങ്ങനെ ഒത്തിരി ഫോംസ് ഓഫ് എനർജീസ് നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് മെക്കാനിക്കൽ എനർജിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോ എനർജിയിൽ ഏതാ വരേണ്ടത്, മെക്കാനിക്കൽ എനർജി. ഓക്കെ, മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജിയെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് വരിക, കൈനറ്റിക് എനർജി. മെക്കാനിക്കൽ എനർജി രണ്ട് ടൈപ്പ് ആണ്, കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജിയെ നമുക്ക് K.E എന്ന് എഴുതാം, കൈനറ്റിക് എനർജി. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയാണ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് എങ്ങനെ എഴുതാം, P.E. ഓക്കെ, kinetic energy and potential energy. These are the two mechanical energies. Okay. Kinetic energy എന്ന് പറയുന്നത് it is the energy possessed by the body due to its motion. Okay. Kinetic energy എങ്ങനെയാ കിട്ടുക? Due to the motion of the body. ബോഡിയുടെ മോഷൻ കൊണ്ടുണ്ടാവുന്നതാണ് kinetic energy. Kinetic energy is the energy possessed by the body due to its motion. എന്നുള്ള കേസ് ഓർക്കാം. Okay. Potential energy ആണെങ്കിലോ potential energy is the energy possessed by the body due to its position. Okay. അത് രണ്ടും important ആണ്. Okay. Potential energy is the energy possessed by the body due to its position. And kinetic energy is the energy possessed by the body due to its motion. Okay. അപ്പോൾ ഇത് രണ്ട് എനർജിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv². കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ് അല്ലെ. m മാസ് ആണ്, v വെലോസിറ്റി ആണ്. അപ്പോൾ ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എങ്ങനെയാ വരിക? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mg into h. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അല്ലെ, മെക്കാനിക്കൽ എനർജി ഉണ്ട്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആണ്. രണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷനും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി is the energy possessed by the body due to its motion and potential energy is the energy possessed by the body due to its position. Okay. അപ്പൊ അത്രയും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ഡെറിവേഷൻ എങ്ങനെയാണ്, കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷൻ എങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ ആണ്. കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ. m മാസ് ഉള്ള ഒരു ബോഡി, ഓക്കെ, m മാസ് ഉള്ള ബോഡി ഇനിഷ്യലി എങ്ങനെയാണ്, റെസ്റ്റിലാണ്. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. m മാസ് ഉള്ള ഒരു ബോഡി റെസ്റ്റിലായിട്ടുള്ള അല്ലെ ഒരു ഗിവൺ ബോഡി ഉണ്ട് അവിടെ. ഇനി ഈ ബോഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. F എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ബോഡി ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ബോഡി ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. ഡിസ്പ്ലേസ് ചെയ്യും, F ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു, ബോഡി ഇവിടെ എത്തി അല്ലെ. അപ്പൊ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബോഡിക്ക് എന്തുണ്ട്, മോഷൻ ഉണ്ട്.
സോ ഇത് ഒരു വെലോസിറ്റി കിട്ടുന്നുണ്ട്. ആ വെലോസിറ്റി എത്രയാണ്? ആ ബോഡിക്ക് കിട്ടിയ വെലോസിറ്റി എന്ന് പറയുന്നത് v ആണ്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് എന്ന് വെച്ചാൽ റെസ്റ്റിലാണ്, ബോഡി റെസ്റ്റിലാണ്. റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ബോഡിയിലേക്ക് എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ബോഡി ഡിസ്പ്ലേസ് ചെയ്തു അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്തു. ഇനി ആ ബോഡിക്ക് കിട്ടിയ വെലോസിറ്റി എത്രയാണ്? v ആണ്. ഓക്കെ, d ആണ് അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വർക്ക് ഡൺ അല്ലെ, ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അപ്പൊ അവിടെ വർക്ക് ഉണ്ടായി. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമുക്ക് എഴുതാം അല്ലെ. വർക്ക് ഡൺ W ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഫോഴ്സ് നമുക്കറിയാം അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ F ഇസ് ഈക്വൽ ടു MA അല്ലെ, MA ഇൻറ്റു D. ഓക്കെ, അപ്പോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഫോഴ്സ് F is equal to MA, then MA into D. ഇതാണ് എന്തെന്ന് പറയാ? വർക്ക് ഡൺ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് എന്തായാലും ഹാഫ് mv സ്ക്വയറിലേക്കാണ് വരേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പറയാം ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോഡി 0 ആണ്, ഫൈനൽ വെലോസിറ്റി v ആണെങ്കിൽ by using the equation of motion v square is equal to u square plus 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ v സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി ഇവിടെ ഉണ്ട്, v ഉണ്ട്. അപ്പൊ v സ്ക്വയർ ഈക്വൽ ടു വാട്ട് അബൌട്ട് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെ, സ്റ്റാർട്ടിംഗ് പോയിന്റിലെ വെലോസിറ്റി 0. അപ്പൊ 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു s. s എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ട് എടുക്കാം? d. 2ad എന്നെടുത്തു. ഓക്കെ, അപ്പൊ v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2ad എന്ന് നമുക്ക് കിട്ടി. v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2ad. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ഉള്ളത് ad എന്ന് പറയുന്ന ടേം ഉണ്ട് അല്ലെ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ad, ആ adക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? v സ്ക്വയർ, ഇവിടുന്ന് 2 താഴേക്ക് വരുമല്ലോ, അപ്പൊ v സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പൊ m ഇൻറ്റു v സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു mv സ്ക്വയർ അല്ലെ, ഹാഫ് mv സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ വർക്ക് ഡൺ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് എനർജി തന്നെയാണ്. എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ്. ഇവിടെ ഈ വർക്ക് ഡൺ എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുക? കൈനറ്റിക് എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് വർക്ക് എനർജി തിയറം ആണ്. വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു, എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള കേസ് നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പൊ വർക്ക് എനർജി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഓക്കെ, അപ്പൊ വർക്ക് എനർജി തിയറം എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഇതാണ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി ആയിട്ട് അല്ലെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള കേസാണ് കാണിക്കേണ്ടത്. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഈസിയാണ്. അപ്പൊ നമുക്കറിയാം m മാസ് ഉള്ള ഒരു ബോഡി മൂവ് ചെയ്യുന്നത് u വെലോസിറ്റിയോട് കൂടിയാണെന്ന് എടുക്കുക. ഓക്കെ, അപ്പോ ബോഡി ഓഫ് മാസ് m മൂവ്സ് വിത്ത് എ വെലോസിറ്റി u വെലോസിറ്റിയോട് കൂടി ബോഡി മൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? മൂവ് ചെയ്യുന്ന ഒരു ബോഡിയിലേക്ക് F എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയിലേക്ക് F ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോ അതിന്റെ എന്ത് ചെയ്യും? സ്പീഡ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാം? ഇറ്റ് ഡിസ്പ്ലേസ് ത്രൂ എ ഡിസ്റ്റൻസ് d ആൻഡ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി അല്ലെ, v എന്ന് പറയുന്ന വെലോസിറ്റി. അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു. F ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോ വെലോസിറ്റി ചേഞ്ച് ചെയ്ത് എന്തായി? v ആയി മാറി. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോ ബോഡി എന്ത് ചെയ്തു? d ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അപ്പൊ വർക്ക് ഡൺ നമുക്ക് എങ്ങനെ എഴുതാം? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള കേസ് എഴുതി. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ F ഇസ് ഈക്വൽ ടു MA ആണ്. അപ്പൊ MA ഇൻറ്റു d എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു MAD എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം?
നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് എന്നുള്ളതൊന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാം. വി സ്ക്വയർ, സെയിം ഇക്വേഷൻ തന്നെ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലെ. ഫൈനൽ വെലോസിറ്റി v ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി u, 0 അല്ല, ഇനിഷ്യലി മൂവ് ചെയ്ത ബോഡി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ ഇൻറ്റു എസ്. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡി ആയതുകൊണ്ട് എസിന് പകരം എന്ത് കൊടുക്കാം, ഡി എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ എ ഡിക്ക് പകരം എന്ത് കൊടുക്കാം, നമുക്ക് ഇവിടെ ഉള്ളത് എ ഡി ആണ് അല്ലെ, ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ എ ഡിക്ക് പകരം ഇവിടുന്ന് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എ ഡി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനും കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഹാഫ് അല്ലെ, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് അല്ലെ, മൈനസ് ഹാഫ് കോമൺ ആണ്, രണ്ടിനും കോമൺ ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു എഗെയിൻ ഹാഫ് ഇൻറ്റു മാസ് യുവിനും വിക്കും കോമൺ ആണ്, എം ഇൻറ്റു യു സ്ക്വയർ. ഓക്കെ, ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, വി എന്ന് പറയുന്നത് വെലോസിറ്റി അല്ലെ, ഫൈനൽ വെലോസിറ്റി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ എന്തായിട്ട് എഴുതാം, കൈനറ്റിക് എനർജി, ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി എന്നാണല്ലോ. അപ്പൊ ഹാഫ് എം വി സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം, കൈനറ്റിക് എനർജി ഫൈനൽ എന്ന് എഴുതാം, മൈനസ് ഹാഫ് എം യു സ്ക്വയർ, യു ഇനിഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്ന് എഴുതി. ഓക്കെ, അപ്പോ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ സൈഡിൽ എന്താണ്, വർക്ക് ഡൺ ആണ്. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, വർക്ക് എനർജി തിയറം എന്ന് പറയാം. ഓക്കെ, work energy theorem states that work done is equal to change in kinetic energy. എന്നിട്ട് അതിന്റെ പ്രൂഫ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രൂഫാണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് അല്ലെ, ഫോഴ്സ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റില് ന്യൂട്ടൺ സെക്കൻഡിലും അപ്ലൈ ചെയ്യാം. എന്നിട്ട് അവിടെ എ ഡിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്ത് ഇക്വേഷൻ എഴുതാം. Okay, I think these topics are clear for you. If you like this video, please subscribe and enable the bell button. Thank you.